ഇച്ചായുടെ നോക്കിയേ, കൊല്ലം കുണ്ടറയിലെ ഒരു മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ പാതിരാത്രി പോലീസ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. ഒരു ഡ്രൈവറാണ്, പുള്ളിനെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു. അവസാനം ഇപ്പൊ അയാൾ മരിച്ചു. 2 പെൺമക്കളാണ് അയാൾക്ക്. അതിൽ ഒരു പെൺമകൾ ഉണ്ടല്ലോ, ഒരു പോലീസുകാരനെ ഇടിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ട്. പുള്ളിനെ വിളിച്ചിട്ട് കരഞ്ഞ് സംസാരിക്കുന്ന ഒരു വീഡിയോ അല്ല, ഒരു ഓഡിയോ ഇപ്പം വൈറലായിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് എന്റെ പപ്പനെ കൊണ്ടേ കൊന്നില്ലേ, ഞങ്ങൾ ആരും ഇല്ലാണ്ടാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത്. നമുക്കത് കേട്ടാ സൈക്കിളിച്ചായി കേട്ടായിരുന്നു. അത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും ഈ ഇടിയം പോലീസ് എന്ന ലെവലിൽ നിന്ന് നമ്മുടെ പോലീസ് മാറുന്നില്ലല്ലോ. ഈ കേസിൽ എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പോലീസിന് അനുകൂലമായിട്ടാണ് വന്നേക്കുന്നത്. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് സി കാരണമാണ് അയാൾ മരിച്ചതെന്നാണ്. അപ്പൊ തന്നെ പോലീസ് സേഫായി. ഇപ്പൊ സ്പെഷ്യൽ ക്രൈം ബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നതെന്നറിയോ, പോലീസ് ലോക്കപ്പിൽ നിന്ന് ഇയാളെ വിട്ടതിന് ശേഷം ഇയാൾക്ക് വേറെ എവിടെന്നെങ്കിലും മർദ്ദനം പോയിട്ടുണ്ടോ എന്നാണ് ഇപ്പൊ അന്വേഷിക്കാൻ വേണ്ടി പോണത്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. കണ്ണൂര് അഞ്ചരക്കണ്ടിയില് ദന്തൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു, നിതിൻ രാജ് എന്ന് പറഞ്ഞിട്ട് ഇല്ലേ. അയാളെ അവിടുത്തെ ഒരു പ്രൊഫസർ റാം എന്ന് പറഞ്ഞ ഡോക്ടർ മാനസികമായിട്ടും ജാതീയപരമായിട്ടും അധിക്ഷേപിച്ച് ആദിവാസിയാണെന്നൊക്കെ പറഞ്ഞ് മുഖത്ത് ചെരുപ്പ് കൊണ്ട് അടിച്ചിട്ടുണ്ട് അയാളെ. അങ്ങനെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചു. വിട്ടയച്ചതിന്റെ കാരണം എന്താ പറയുക, അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അറസ്റ്റിന്റെ കാരണം ബോധ്യപ്പെടുത്താൻ പോലീസിന് സാധിച്ചില്ല എന്നും പറഞ്ഞിട്ടാണ് അയാളെ വിട്ടയച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് 4 മാസം അയാൾ ഒളിവിൽ പോയി. ഇത് ഹൈക്കോടതി ചെന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം കേട്ട് അതിനുശേഷം സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് ശേഷം പോലീസിന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇപ്പൊ അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ചോ, സീ ദ ഡിഫറൻസ്. അതായത് കാശില്ലാത്തവനെ നിരപരാധിയായിട്ടും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി ഇടിച്ച് പഴിപ്പിച്ച് കൊന്ന്, എന്നിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് അനുകൂലമായിട്ട് എടുത്തു. കുറ്റം ചെയ്ത ഒരാളെ ഇല്ലാത്ത കാരണം ഉണ്ടാക്കി അയാളെ വെറുതെ വിടാനും അയാളെ ഒളിവിൽ പോകാനും പോലീസ് സഹായിച്ചു. ഇതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥിതി.